പ്രദീപ് മേച്ചേരി. ഇന്ന് പറയാൻ പോകുന്ന കഥയുടെ പേര് കാരുശ്ശേരി പണിക്കർ. കാരുശ്ശേരി പണിക്കർ. അപ്പോൾ ചങ്ങനാശ്ശേരി താലൂക്കിൽ കാഞ്ഞിരപ്പള്ളി പകുതിയിൽ വളരെ വനപ്രദേശമായിട്ടൊരു സ്ഥലമുണ്ട്. വെച്ചാൽ നിറയെ വന്യമൃഗങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ഭയങ്കര ഒരു കാടായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ സാധാരണക്കാരും അങ്ങനെ യാത്ര ചെയ്യാൻ ഭയപ്പെടുന്ന ഒരു സ്ഥലമാണ്. ജീവൻ പോകുന്നുള്ള പേടിയുണ്ട്. പിന്നെ അന്നത്തെ പഴയ കാലത്തുള്ള കഥ ആയതുകൊണ്ട് അത്രയും തപശക്തിയുള്ള പല സന്യാസിമാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അത്യാവശ്യം പോയില്ലെന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ വളരെ ഭയങ്കരമായിട്ടൊരു ഒരു കാടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് ഈ നാരായണ ഭ്രാന്തൻ പല ദേശങ്ങളിലും ഇങ്ങനെ ചുറ്റി നടക്കലൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു പ്രാവശ്യം ഈ വനപ്രദേശമായിട്ടുള്ള സ്ഥലത്ത് വരും. അപ്പോൾ വന്നിട്ട് അപ്പോൾ അദ്ദേഹത്തിന് ഈ കല്ല് ഇങ്ങനെ ഉരുട്ടി മുകളിലേക്ക് മലയുടെ മുകളിലേക്ക് ഉരുട്ടി കയറ്റുക, എന്നിട്ട് കൈ വിട്ട് കല്ലിങ്ങനെ ഉരുണ്ടുമ്പോൾ കൈ വിട്ട് ചുരുക്കുക. ഇതാണല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു രീതി. അപ്പം അങ്ങനെ കല്ല് ഉരുട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു വളരെ ദിവ്യമായിട്ടുള്ളൊരു കല്ല് ഈ മലയുടെ ഇടയിൽ നിന്ന് കാണുന്നുണ്ടായി. അപ്പം അദ്ദേഹം ആ കല്ല് പ്രതിഷ്ഠിച്ചു. ഈ മലയിൽ തന്നെ പ്രതിഷ്ഠിച്ചു, ഈ കാടായിട്ടുള്ള സ്ഥലത്ത്. അപ്പോൾ പ്രതിഷ്ഠിച്ച് കഴിയുമ്പോൾ പ്രതിഷ്ഠ ഉറക്കണില്ല, എത്രയായിട്ടും ഉറക്കണില്ല. അപ്പം അങ്ങനെ അദ്ദേഹം അത് വെറ്റില താമ്പാളം ഉപയോഗിച്ചാണ് ഈ വിഗ്രഹം ഇതിനെ പ്രതിഷ്ഠ ഉറച്ചത്. അപ്പം അതുകൊണ്ട് ഈ സ്ഥലത്തിന് തമ്പലക്കാട് എന്നുള്ളൊരു പേര് വരികയുണ്ടായി. ഈ തമ്പലക്കാട് എന്നുള്ള പേര് വരാൻ, ആ സ്ഥലത്തിന് പിന്നീട് തമ്പലക്കാട് എന്നുള്ള പേര് വരാൻ കാരണം ഈ വെറ്റില താമ്പാളം ഉപയോഗിച്ച് പ്രതിഷ്ഠിച്ചത് കൊണ്ടാണ്. അപ്പോൾ അത് മാത്രമല്ല, ഇതേ സ്ഥലത്ത് തന്നെയാണ് ഇതേ ഈ വെറ്റില താമ്പാളം ഉപയോഗിച്ച് തന്നെയാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വിഗ്രഹം പ്രതിഷ്ഠിച്ചതെന്നും പറയപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല ഇത് രണ്ടും ഒരേ സമയത്താണ് പ്രതിഷ്ഠിച്ചതെന്നും. ഇപ്പം രണ്ട് ക്ഷേത്രത്തിൻ്റെ മുന്നിലൊരു കുളം ഉണ്ട്, കുറേ സാമ്യങ്ങളുണ്ട്. പക്ഷേ അമ്പലപ്പുഴ ക്ഷേത്രം ചെമ്പകശ്ശേരി രാജാക്കന്മാരുടെ ഒരു സഹായം കൊണ്ടും അവരുടെ ഒരു ഭക്തി താല്പര്യം കൊണ്ട് അത് വളരെ ഉന്നതി പ്രാപിച്ചു. എന്നാൽ തമ്പലക്കാട് ശിവക്ഷേത്രം അത്രയ്ക്ക് ഇല്ല, എന്നാൽ മോശമായിട്ടുമില്ല. അങ്ങനെയാണ് ഈ തമ്പലക്കാട്ട് മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഒരു അവസ്ഥ. അപ്പം അങ്ങനെ ഈ പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞതിന് ശേഷം നാരായണ ഭ്രാന്തൻ വരുത്തി കഴിച്ച് തീർക്കുക എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ട് ബിനാമലയിൽ നിന്ന് നാരായണ ഭ്രാന്തൻ പോകും. പിന്നീട് അദ്ദേഹം ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല. അപ്പം അങ്ങനെയാണ് ഈ അമ്പലത്തിൻ്റെ അവസ്ഥ. ഇപ്പം ഈ അമ്പലത്തിൻ്റെ പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞതിന് ശേഷവും കുറേ കാലം ഇതിങ്ങനെ ഈ സ്ഥലം ഒരു കാട് പോലെ ഇങ്ങനെ കിടക്കും. അങ്ങനെയായിരുന്നു. അപ്പം അങ്ങനെ കുറേ കാലത്തിന് ശേഷം പിന്നെ ചില ആൾക്കാർ വന്ന് കാടൊക്കെ വെട്ടിത്തെളിച്ചു, കുറേശ്ശെ വെട്ടിത്തെളിച്ച് അങ്ങനെ ഇത്തിരി ആൾക്കാരൊക്കെ താമസിച്ചു തുടങ്ങി. അപ്പം അങ്ങനെ താമസിച്ചു തുടങ്ങിയപ്പോൾ അപ്പം അതിൽ ആണ് ഈ കാരുശ്ശേരി പണിക്കരും അങ്ങനെ ഈ കാടൊക്കെ വെട്ടിത്തെളിച്ച് ആ സമയത്ത് വന്ന് താമസിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം ഈ കാരുശ്ശേരി പണിക്കർക്ക് അപ്പം ആ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഒരു രക്ഷാകർതൃത്വം ഈ കാരുശ്ശേരി പണിക്കർക്കാണ് ഉണ്ടായിരുന്നത്. അപ്പം എന്ത് കാര്യം ഉണ്ടെങ്കിലും കാരുശ്ശേരി പണിക്കരോട് ചോദിച്ച് കാരുശ്ശേരി പണിക്കരുടെ തീരുമാനം അനുസരിച്ചാണ് അപ്പോൾ അവിടെ താമസിച്ചിരുന്ന ആൾക്കാർ ഒക്കെ എന്തും തീരുമാനിക്കലും പ്രവൃത്തികൾ ചെയ്യലൊക്കെ ചെയ്യലുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുന്ന കാലത്ത് വളരെ സാധുക്കളായിട്ടുള്ള കുറച്ച് പേര് വിറക് ഒടിക്കാനായിട്ട് അപ്പം അവിടെ കുറേ ഭാഗം കാടായിട്ട് തന്നെ കിടക്കുകയാണ്. കുറച്ച് ഭാഗമൊക്കെ വെട്ടിത്തെളിച്ച് അവിടെ കുറച്ച് പേര് താമസിക്കുന്നുണ്ട്. അങ്ങനെയുള്ള അവിടുത്തെ അവസ്ഥ. അപ്പോൾ കുറച്ച് സാധുക്കളായിട്ടുള്ള ആൾക്കാർ അവിടെ വന്ന് ആ കാട്ടിൽ വന്ന് ഇങ്ങനെ വിറക് മുറിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവർ നോക്കുമ്പോൾ അവിടെ ഒരു വിഗ്രഹം കാണുകയുണ്ടായി. അപ്പോൾ അവർ നേരെ കാരുശ്ശേരി പണിക്കരോട് ചെന്ന് പറയും, ഇങ്ങനെ ഒരു വിഗ്രഹം കാണുന്നുണ്ടായിട്ടുണ്ട് എന്ന് പറയുക. അപ്പോൾ ഈ കാരുശ്ശേരി പണിക്കർ അവിടെ വന്ന് നോക്കി. അപ്പോൾ ഒരു ജ്യോത്സ്യനെ കൊണ്ട് ഒക്കെ നോക്കിയൊക്കെ ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു, ഇതൊരു ശിവന്റെ വിഗ്രഹമാണ് ഇത്. അത് മാത്രമല്ല, ഈ വിഗ്രഹത്തിൻ്റെ മുകളിൽ അർജുനൻ വിൽത്തടി കൊണ്ട് അടിച്ചുള്ള ഒരു പാടുമുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി നോക്കിയിട്ടും
പിന്നെ ജ്യോത്സ്യന്മാരുടെ അഭിപ്രായവും എല്ലാം കൂടി നോക്കി വന്നപ്പോൾ അത് കിരാതമൂർത്തിയുടെ ഒരു വിഗ്രഹമാണെന്ന് മനസ്സിലായി. അപ്പോൾ അതറിഞ്ഞതോടുകൂടി ചെമ്പകശ്ശേരി പണിക്കർ ഈ അമ്പലം നന്നാക്കാനുള്ള ഓരോ ശ്രമങ്ങൾ, ഒരു അമ്പലം, ചെറുതായിട്ടൊരു അമ്പലമൊക്കെ പണിത് അപ്പോൾ അതിനെ നന്നാക്കാനുള്ള ഒരു ശ്രമം ഇതൊക്കെ തുടങ്ങി. അപ്പം ഇതൊക്കെ തുടങ്ങിയതിൻ്റെ ഇടയിൽ തെക്കുംകൂർ രാജാവ് കാരുശ്ശേരി പണിക്കരെ പ്രധാനിയായിട്ട്, ഒരു പ്രധാനമന്ത്രിയായിട്ട് ഈ കാരുശ്ശേരി പണിക്കരെ നിയമിക്കും. അപ്പം ഏകദേശം ഒരു 5000 ഏക്കറോളം സ്ഥലമുള്ള തമ്പലക്കാട് ദേശത്തിൻ്റെ അധിപതിയായിട്ട് ഈ കാരുശ്ശേരി പണിക്കരെ നിയമിക്കും. അപ്പോൾ അതോടുകൂടി കാരുശ്ശേരി പണിക്കർ അമ്പലം കുറച്ചും കൂടി നന്നാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി വളരെ നല്ല രീതിയിൽ ആക്കി. അപ്പോൾ അതിന് ജനങ്ങളുടെ സഹായവും ഒക്കെ ധാരാളം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അത് അപ്പം ആദ്യം ചെറിയൊരു അമ്പലമായിട്ടാണ് ഉണ്ടാക്കിയത്. പിന്നെ ഈ ഒരു അധികാരമൊക്കെ കിട്ടിയതോടുകൂടി അമ്പലം വളരെ കേമാക്കി. അപ്പോൾ അത് ഈ കാരുശ്ശേരി കുടുംബക്കാർക്ക് പഴയ കാലത്ത് തന്നെ അവർക്ക് മന്ത്രവാദത്തിൽ, അതുപോലെ തന്നെ കളരിപ്പയറ്റ്, അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളിലൊക്കെ അവർക്ക് വളരെ പ്രാമുഖ്യമുണ്ട്. പിന്നെ വിദ്വാൻമാരായിട്ടുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആ കുടുംബത്തിൽ ജനിച്ചിട്ടുമുണ്ട്. അപ്പം അങ്ങനെ പിന്നെ അത് മാത്രമല്ല, അവിടെ ഈ കളരിപ്പയറ്റ് പഠിപ്പിക്കുന്ന ഒരു കളരി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് മാത്രമല്ല, അപ്പം അവിടെ ഈ കളരിയിൽ പഠിച്ചിട്ടുള്ള അനവധി ആൾക്കാർ തെക്കുംകൂർ രാജാവിൻ്റെ സൈന്യത്തിലൊക്കെ ചേർന്ന് വളരെ പ്രസിദ്ധരായിട്ടുണ്ട്. അപ്പം അത്രയ്ക്കൊക്കെ പ്രാധാന്യം. അപ്പം അതങ്ങനെ കുറേ കാലം ഈ അമ്പലവും നന്നായിട്ട് നടക്കും, അതേപോലെ കളരിയും ഒക്കെ ആയിട്ട് അങ്ങനെ നടക്കുകയാണ്. അപ്പം അങ്ങനെ നടക്കുന്ന കാലം കഴിയുമ്പോൾ തെക്കുംകൂർ രാജാവിൻ്റെ ഒരു അധികാരമൊക്കെ കുറഞ്ഞതോടുകൂടി ഈ കാരുശ്ശേരി പണിക്കരുടെ പ്രാധാന്യം കുറഞ്ഞു. അപ്പം അങ്ങനെ വന്നതോടുകൂടി എന്നാലും അമ്പലം, തമ്പലക്കാട്ട് മഹാദേവ ക്ഷേത്രം നന്നായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ ഈ കണ്ടെഴുത്ത് വന്നു. 1012 കണ്ടെഴുത്ത് വന്നതോടുകൂടി ക്ഷേത്രത്തിൻ്റെ സ്വത്ത് അനവധി അന്യാധീനപ്പെട്ടു പോയി. അപ്പം അങ്ങനെ വന്നതോടുകൂടി അമ്പലം നടത്താൻ വളരെ പ്രയാസമായി. അപ്പോൾ 1012 മുതൽക്ക് ഏകദേശം ഒരു 1047 വരെ അമ്പലം നന്നായിട്ട് നടത്താൻ പറ്റിയില്ല എന്ന് കഷ്ടിച്ചൊരു നിവേദ്യം മാത്രം. അത് മാത്രമല്ല, അമ്പലത്തിൻ്റെ ചുറ്റമ്പലം, പിന്നെ ബലിക്കൽപുര, ഇതെല്ലാം നിലത്ത് വീണു. മണ്ഡപത്തിനും അതേപോലെ ശ്രീകോവിലും വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനൊരു അവസ്ഥ വരെ എത്തി. അങ്ങനെ ഒരു 1047 വരെ ഏകദേശം ഒരു 35 കൊല്ലത്തോളം അങ്ങനെ അമ്പലം വളരെ ക്ഷീണമായിട്ടുള്ള ഒരു അവസ്ഥയിൽ. അപ്പം ഈ 1047 ആയപ്പോൾ കാരുശ്ശേരി കുടുംബത്തിൽ ഒരു കാരണവർ ചില ബുദ്ധിമുട്ടുകളും കുടുംബത്തിൽ ഓരോരോ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഒരു ജ്യോത്സ്യനെ കൊണ്ട് നോക്കിച്ചു, ഇപ്പം എന്താ വേണ്ടത് ഈ ബുദ്ധിമുട്ട് ഇതൊക്കെ പരിഹരിക്കാൻ. അപ്പോൾ ഈ തമ്പലക്കാട് മഹാദേവ ക്ഷേത്രത്തിന് ജീർണതയാണ് പ്രധാനമായിട്ടുള്ള കാരണം. അപ്പോൾ അത് അമ്പലം നേരിയാക്കുകയൊക്കെ വേണം, എന്നാലേ കുടുംബത്തിലൊരു ഐശ്വര്യമൊക്കെ ഉണ്ടാവുള്ളൂ എന്നായിട്ട് ജ്യോത്സ്യം പറയും. അപ്പം അതിന് ശേഷം ഈ കാരണവരുടെ ഉത്സാഹത്തിൽ ഈ അമ്പലമൊക്കെ നേരിയാക്കി മണ്ഡപവും ശ്രീകോവിലും ഒക്കെ പുതുക്കി പണിത് ചെമ്പോല മെഞ്ഞു, ചുറ്റമ്പലവും വെലിക്കൽപ്പേരയും ഒക്കെ ഓടിട്ട് ഒക്കെ നല്ല രീതിയിലാക്കി. അപ്പം അത് മാത്രമല്ല, ഈ കാരുശ്ശേരി കുടുംബക്കാർക്ക് ഒരു ഭഗവതിയുടെ ഒരു അയ്യപ്പൻ്റെ ക്ഷേത്രം വേറെയുണ്ട്. അപ്പം ഈ 2 ക്ഷേത്രങ്ങളും നടത്തുന്നത് നാട്ടുകാരായിട്ടുള്ള ആൾക്കാർ തന്നെ നടത്തുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ധാരാളം വഴിപാടുകളൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. അത് മാത്രമല്ല, അപ്പോൾ അവിടെ പ്രാർത്ഥിച്ച് അവർക്ക് എല്ലാവർക്കും കാര്യസാധ്യമൊക്കെ ഉണ്ടായി. അപ്പോൾ അതനുസരിച്ച് വഴിപാടൊക്കെ ഇട്ട് ആ അമ്പലം വളരെ നല്ല രീതിയിലാണ് നടക്കുന്നത്. അപ്പോൾ അതിൽ ഭഗവതിയെക്കുറിച്ച് ഉള്ള കഥകളുമുണ്ട്. അപ്പോൾ അതിൽ ഭഗവതിയെക്കുറിച്ച് അനുഭവം ഉണ്ടായിട്ടുള്ള 1-2 കഥകളും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ പറയാം. അപ്പോൾ ഒന്ന് എന്താണെന്ന് വെച്ചാൽ, അടുപ്പുമൂട്ടിൽ കത്തനാർ, അങ്ങനെ ഒരാളുണ്ട്. അപ്പോൾ അയാളൊരു മാന്ത്രികനാണ്. അപ്പോൾ അയാൾ പല ബാധകളൊക്കെ ഒഴിപ്പിക്കുക, ഉച്ചാടനം, അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഈ അടുപ്പുമൂട്ടിൽ കത്തനാർ. അപ്പോൾ ഈ കത്തനാർ ഒരിക്കൽ ഈ കാരണവരൊക്കെ ആയിട്ട് കാണും. കാരുശ്ശേരി പണിക്കരായിട്ട് അവിടുത്തെ കാരണവരൊക്കെ കണ്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ കാരുശ്ശേരി കാരണവർ പറയും,
മന്ത്രവാദവും ഇതും കാര്യങ്ങളൊക്കെ കത്തനാർക്ക് ഉണ്ടെന്ന് വെച്ചാലും അതൊന്നും ഭഗവതിയുടെ അടുത്ത് നടക്കില്ല. ഭഗവതി ഒരു ഉഗ്രസ്വരൂപിണിയാണ് എന്നൊക്കെ പറയും. അപ്പോൾ പറഞ്ഞു അതൊന്നും വലിയ കാര്യമില്ല, ഇതിലും വലിയ ദേവികളൊക്കെ ഞാൻ ബന്ധിപ്പിച്ചിട്ടുണ്ട്, ഇതൊന്നും വലിയ ഇതില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല എന്നൊക്കെ ആയിട്ട് പറയും. അപ്പോൾ പറയും വെറുതെ ദോഷത്തിനൊന്നും നിൽക്കണ്ട, ഭഗവതി ഉഗ്രമൂർത്തി തന്നെയാണ്. നാളെ ഈ കത്തനാര് അല്ല കാരശ്ശേരി പണിക്കർ വീണ്ടും പറയും. അപ്പോൾ പറഞ്ഞു ഞാൻ ഒരു 3 ദിവസം കൊണ്ട് ഈ ഭഗവതിയൊക്കെ ബന്ധിപ്പിക്കാം എന്നായിട്ട് പറയും. എന്നിട്ട് പിന്നെ അത് പറഞ്ഞതോടുകൂടി പിന്നെ കാരശ്ശേരി പണിക്കർ മറുപടി ഒന്നും പറയാണ്ട് അങ്ങോട്ട് പോയി. എന്നിട്ട് ഈ അടുപ്പിമൂടിൽ കത്തനാര് പിന്നെ 3 ദിവസം പൂജകളായിട്ടും പലതരത്തിലുള്ള പ്രയോഗങ്ങളായിട്ട് തുടങ്ങി. 3 ദിവസം കഴിഞ്ഞ് അവസാനം ഇയാൾക്ക് ഭഗവതി ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, ഭഗവതി ഇയാളെ ബന്ധിച്ചു. അതോടുകൂടി ഇയാളെ ജീവിതം അവസാനിച്ചു. അങ്ങനെയാണ് ഉണ്ടായത്. പിന്നെ വേറെ ഒരു കഥയും കൂടി ഉണ്ട്. അത് ഈ കടക്കയത്ത് കുടുംബക്കാര്. അപ്പൊ ഈ അമ്പലത്തിൻ്റെ ഒക്കെ അടുത്ത് താമസിക്കുന്ന ഒരു കുടുംബമാണ് ഈ കടക്കയത്ത് കുടുംബക്കാർ. അപ്പൊ അവർക്ക് സന്തതികളില്ലാണ്ട് വലിയ വിഷമം അനുഭവിക്കണം. അപ്പൊ അവർ കുറെ അമ്പലങ്ങളിൽ ഭജന, ചുറ്റുവിളക്ക്, വഴിപാടുകളൊക്കെ അനവധി ചെയ്തു. അപ്പൊ അങ്ങനെ ഒന്നും ചെയ്തിട്ടൊന്നും ഒരു ഫലവും ഇല്ല. അപ്പൊ അവരങ്ങനെ വളരെ വിഷമമായിട്ടൊക്കെ ഇരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ആ കാലഘട്ടത്തിൽ ഒരു ഇപ്പൊ ഇവിടെയാണെങ്കിൽ തമ്പലക്കാട്ട് മഹാദേവ ക്ഷേത്രമാണെങ്കിൽ 1947 ഈ കാരശ്ശേരി കാരണവർ അമ്പലപ്പണിയൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ആ സമയത്ത് ഒരു ദിവസം രാത്രി ഈ കടക്കയത്തെ കാരണവർക്ക് സ്വപ്നത്തില് മഹാദേവന്റെ ഇതിൽ പറയും, ഈ വക വഴിപാടുകളൊന്നും ചെയ്തിട്ട് കാര്യമില്ല, ഇവ അമ്പലം പണി നടക്കുകയാണ്. അപ്പൊ അമ്പലത്തിലേക്ക് ഈ തമ്പലക്കാട്ട് മഹാദേവന്റെ അമ്പലത്തിന്റെ പണിക്ക് വേണ്ടി നല്ലൊരു തുക ചെയ്യണം, എന്നാലേ സന്തതി ഉണ്ടാവുള്ളൂ എന്ന് പറയും. അപ്പൊ അത് കേട്ടപ്പോ ഈ കടക്കയത്തെ കുടുംബത്തെ അവിടുത്തെ ഉള്ള ആള് അത്ര ഗൗരവമായിട്ടൊന്നും കൊടുത്തില്ല. അപ്പൊ അത് കഴിഞ്ഞ് അതിന്റെ പിറ്റേ ദിവസം വീണ്ടും മഹാദേവന് ഉള്ള വഴിപാടുകൾ എന്തായാലും ചെയ്യാതിരിക്കരുത്, ഞാൻ പറഞ്ഞത് അത്ര നിസ്സാരമായിട്ട് കരുതി അല്ലേ എന്നും കൂടി ചോദിക്കും രണ്ടാമതും സ്വപ്നത്തില്. അപ്പൊ അത് കേട്ടതോടുകൂടി ഇയാള് ഒരു ജ്യോത്സ്യനെ കണ്ട്, ഇങ്ങനെ സ്വപ്ന ദർശനം കണ്ടതിന്റെ അർത്ഥം എന്താണ് എന്നൊക്കെ അറിയാൻ വേണ്ടി ജ്യോത്സ്യനെ കാണും. ജ്യോത്സ്യനെ കാണുമ്പോൾ ജ്യോത്സ്യൻ നോക്കിച്ച് പറയും, അതെ ഇത് ഈ പറഞ്ഞത് ഇത് മഹാദേവൻ തന്നെയാണ്, അപ്പൊ ഇത് പ്രധാനമായിട്ട് ഇത് ചെയ്യേണ്ട കാര്യം തന്നെയാണ്, എത്രയും പെട്ടെന്ന് ചെയ്യുകയാണ് നല്ലത്, എന്നാ അപ്പൊ സന്തതിയൊക്കെ ഉണ്ടാവും എന്നായിട്ട് ജ്യോത്സ്യനും പറഞ്ഞു. അപ്പൊ അതോടുകൂടി പിന്നെ അപ്പൊ ഈ കാരണവര് പിറ്റേ ദിവസം ഈ അമ്പലം പണി നടക്കണ അവിടെ പോയി നന്നായിട്ട് പ്രാർത്ഥിച്ചു, ഞാൻ അമ്പലത്തിലേക്ക് വേണ്ടിയുള്ള വഴിപാടിനുള്ള തുകയൊക്കെ ഞാൻ സമർപ്പിക്കാം എന്നായിട്ടൊക്കെ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഇങ്ങോട്ട് തിരിച്ചു പോരും. അപ്പൊ അന്ന് രാത്രിയും സ്വപ്നം കണ്ടു. അങ്ങനെ പ്രാർത്ഥിച്ച് പോന്നാൽ പോരാ, കാരശ്ശേരി പണിക്കരുടെ കയ്യിൽ ഉദ്ദേശിച്ച സംഖ്യ കൊണ്ട് കൊടുക്കണം, എന്നാലേ ഫലസിദ്ധി ഉണ്ടാവുള്ളൂ എന്ന് വീണ്ടും സ്വപ്നത്തിൽ കണ്ടു. അപ്പൊ അതിന്റെ പിറ്റേ ദിവസം ഇദ്ദേഹം കാരശ്ശേരി പണിക്കരുടെ കയ്യിൽ ഈ പണമൊക്കെയായി അദ്ദേഹത്തിന്റെ കയ്യിൽ കൊണ്ട് കൊടുക്കും. അപ്പൊ അതോടുകൂടി പിന്നെ ഇവർക്ക് ഒരു പെൺകുട്ടി ഉണ്ടാവും. പിന്നെ ആ പെൺകുട്ടി വഴിക്കാണ് ആ കുടുംബം പിന്നീട് നിലനിർന്നു പോകുന്നത്. അത് മാത്രമല്ല, അമ്പലത്തിൽ വെച്ച് ഈ കുട്ടിയുടെ ചോറൂണ് വളരെ ഗംഭീരമായിട്ട് നടത്തലും ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വേറെ ഒരു കഥയും കൂടി ഈ അമ്പലമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, അമ്പലത്തിലെ തിരുവാഭരണങ്ങളും വളരെ വിലപിടിപ്പുള്ള ആഭരണങ്ങളൊക്കെ മോഷണം പോയി. അപ്പൊ അവര് കുറേ ദിക്കിലൊക്കെ അന്വേഷിച്ചു, എത്ര അന്വേഷിച്ചിട്ടും സാധനം കിട്ടണില്ല. അപ്പൊ അതിൻ്റെ ഇടയിൽ ഈ മോഷ്ടിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഭ്രാന്ത് പോലെ ബുദ്ധിഭ്രമമൊക്കെ ബാധിച്ച് അവരും ഇതൊക്കെ പറഞ്ഞു തുടങ്ങിയെന്ന് മാത്രമല്ല, ഇപ്പം ഞങ്ങളാണിത് മോഷ്ടിച്ചതെന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷെ ബോധമുള്ള ഒരാൾ പറയുകയാണെങ്കിലല്ലേ അതൊക്കെ വിശ്വസിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് കാരണം അതിനെക്കുറിച്ച് അപ്പൊ അമ്പലക്കാരോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരോ അത് ഗൗരവമായിട്ട് എടുത്തില്ല. ഭ്രാന്തുള്ള ഒരാൾ പറഞ്ഞു, അതിന്റെ പേരിലൊക്കെ അവരെ പേരിൽ നടപടി എടുക്കാനോ ശിക്ഷിക്കാനോ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞ് ഒരു ഭ്രാന്തായിട്ട് ഇങ്ങനെ നടന്നു. അത് കഴിഞ്ഞ അവസാനം ഒരു ദിവസം ഈ മോഷ്ടിച്ച സാധനങ്ങളൊക്കെ കൂടി അവര് കൊണ്ടുപോയി നടക്കല്
കൊണ്ട് സമർപ്പിച്ചു. അതോടുകൂടി ഇവരുടെ ഭ്രാന്തും മാറി. പിന്നെ അതിനുശേഷം ഈ ആൾക്കാർക്ക് വേറൊരാളൊരു സാധനം എടുക്കുക അല്ലെങ്കിൽ മോഷ്ടിക്കുക എന്ന് ആലോചിക്കുന്നത് പോലും പേടി എന്നുള്ളൊരു അവസ്ഥയായി തീർന്നു. ഇതാണ് ഇങ്ങനെ രണ്ടാമത്തെ ഒരു അനുഭവം. അപ്പോൾ എല്ലാവരും ചാനൽ കാണുക, അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക.